പിതാവേ, അന്ത്യകാല നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ധ്യാനിച്ച് ഹൃദയപരമാർത്ഥതയോടെ പശ്ചാത്തപിച്ച് അവിടുത്തെ വഴികളിൽ ചരിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കണമേ. ഈ ദിവസത്തിനും ഞങ്ങളുടെ ജീവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു നാഥ. അവിടുത്തെ അനന്തമായ കരുണയ്ക്കും പാപമോചനത്തിനും നന്ദി ദൈവമേ. വെളിപാടിൻ്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾക്ക് ജ്ഞാനവും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യണമേ. അവിടുത്തെ വചനത്തിനായി അടിയങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട് അധ്യായം 2. സഭകൾക്കുള്ള കത്തുകൾ എഫെസോസിലെ സഭയ്ക്ക്. എഫെസോസിലുള്ള സഭയുടെ ദൂതൻ എഴുതുക. വലത് കൈയിൽ 7 നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് 7 സ്വർണ്ണദീപപീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചുനിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്. എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്തു നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. എന്നാൽ നിനക്ക് ഈ ഗുണമുണ്ട്: നിക്കോളാവോസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു, അവ ഞാനും വെറുക്കുന്നു. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവത്തിൻ്റെ പറുദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. സ്മിർനായിലെ സഭയ്ക്ക്. സ്മിർനായിലെ സഭയുടെ ദൂതൻ എഴുതുക. ആദിയും അന്തവുമായവൻ, മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ പറയുന്നു: നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം. എങ്കിലും നീ സമ്പന്നനാണ്. യഹൂദരെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താൻ്റെ സിനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നുണ്ട്. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവൻ്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവൻ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അധീനനാകുകയില്ല. പെർഗാമോസിലെ സഭയ്ക്ക്. പെർഗാമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. മൂർച്ചയേറിയ ഇരുതല വാളുള്ളവൻ പറയുന്നു: നീ എവിടെ വസിക്കുന്നെന്ന് എനിക്കറിയാം. സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ. എങ്കിലും എൻ്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു. സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും എന്നിലുള്ള വിശ്വാസം നീ കൈവെടിഞ്ഞില്ല. എങ്കിലും നിനക്കെതിരായി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിൻ്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. അതുപോലെ തന്നെ നിക്കോളാവോസ് പക്ഷക്കാരുടെ പ്രബോധനങ്ങളെ മുറുകെ പിടിക്കുന്നവരും അവിടെയുണ്ട്. അതുകൊണ്ട് അനുതപിക്കുക. അല്ലെങ്കിൽ നിൻ്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും. അവന് ഞാൻ ഒരു വെള്ളക്കല്ലും കൊടുക്കും. അതിൽ ഒരു പുതിയ നാമം കൊത്തിയിരിക്കും. അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല. തിയത്തീറായിലെ സഭയ്ക്ക്. തിയത്തീറായിലെ സഭയുടെ ദൂതൻ എഴുതുക. അഗ്നിനാളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദൈവസുതൻ അരുളി ചെയ്യുന്നു: നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട്. പ്രവാചികയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബേൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. അനുതപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി. എന്നാൽ അവൾ തൻ്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുതപിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതാ ഞാൻ അവളെ രോഗശയ്യയിൽ തള്ളിയിടുന്നു. അവളുമായുള്ള വേഴ്ചയെപ്പറ്റി അനുതപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും. അവളുടെ മക്കളെയാകട്ടെ മരണത്താൽ ഞാൻ ശിക്ഷിക്കും. ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവനാണ് ഞാൻ എന്ന് സകല സഭകളും അപ്പോൾ ഗ്രഹിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവൃത്തികൾക്കനുസൃതം ഞാൻ പ്രതിഫലം നൽകും. സാത്താൻ്റെ രഹസ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രബോധനം അറിയാത്തവരും സ്വീകരിക്കാത്തവരുമായി തിയത്തീറായിൽ ബാക്കിയുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു: നിങ്ങളുടെ മേൽ വേറെ ഭാരം ഞാൻ ചുമത്തുന്നില്ല.
എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചതിനെ ഞാൻ വരുവോളം മുറുകെ പിടിക്കുവിൻ. വിജയം ഭരിക്കുന്നവനും അവസാനം വരെ എൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം നൽകും. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ അവരെ മേയിക്കും, മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും. ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചതുപോലെ തന്നെ പുലർക്കാല നക്ഷത്രം ഞാൻ അവന് നൽകും. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവജനമേ, വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാടിൻ്റെ പുസ്തകത്തിലെ 2-ാം അധ്യായം ആദ്യകാല സഭകൾ നേരിട്ട വെല്ലുവിളികളിലൂടെ ഇന്നും നമ്മോട് സംസാരിക്കുന്നു. 7 സഭകൾക്കുള്ള സന്ദേശങ്ങൾ കേവലം ചരിത്രപരമായ കുറിപ്പുകളല്ല, മറിച്ച് ഓരോ കാലഘട്ടത്തിലെയും ക്രൈസ്തവ സമൂഹത്തിനുള്ള ആത്മീയ ഉൾക്കാഴ്ചകളാണ്. എഫെസോസ് സഭയുടെ കഠിനാധ്വാനത്തെയും സഹിഷ്ണുതയെയും കർത്താവ് പ്രശംസിക്കുമ്പോഴും അവർക്ക് തങ്ങളുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടുവെന്ന ഗുരുതരമായ മുന്നറിയിപ്പ് കർത്താവ് നൽകുന്നുണ്ട്. ഈ ആദ്യ സ്നേഹം ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള തീവ്രമായ സ്നേഹമാണ്. അത് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ശൂന്യമായി തീരുന്നു. ഇത് വിശ്വാസികളായ നമുക്കോരോരുത്തർക്കും ആത്മപരിശോധന നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അതൊരു സുപ്രധാന ചിന്തയും കൂടിയാണ്. 2-ാം അധ്യായം നൽകുന്ന പ്രതിഫലനം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾക്കൊപ്പം ആന്തരികമായ ആത്മാർത്ഥതയും ആവശ്യമാണ് എന്നതാണ്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണ് എന്ന് കർത്താവ് പറയുന്നുണ്ട്. സ്മിർനയിലെ സഭ പീഡനങ്ങളും ദാരിദ്ര്യവും നേരിട്ടെങ്കിലും അവർ ആത്മീയമായി സമ്പന്നരായിരുന്നു. എന്നാൽ പെർഗാമോസിലെയും തിയത്തീറയിലെയും സഭകൾ ബാഹ്യമായി സുരക്ഷിതരാണെങ്കിലും അവിശ്വാസപരമായ സിദ്ധാന്തങ്ങളെയും പാപകരമായ ജീവിതശൈലികളെയും അവർ തങ്ങളുടെ ഇടയിൽ വെച്ച് പൊറിപ്പിച്ചു പോന്നു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, സഹോദരങ്ങളെ, ഭൗതികമായ സൗകര്യങ്ങൾക്കും സമാധാനത്തിനും അപ്പുറം വിശ്വാസത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു നിരന്തരമായ പോരാട്ടമാണ് എന്നാണ്. പ്രലോഭനങ്ങൾക്ക് നടുവിൽ ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത നിലനിർത്താനുള്ള ആഹ്വാനമാണിത്. ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാന പാഠം പാപത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണം എന്നതാണ്. നിക്കലോവിയരുടെ ദുരുപദേശങ്ങളെയും യസോബ്യലിൻ്റെ പ്രവചനങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. സഭയ്ക്കുള്ളിലെ തെറ്റായ പഠിപ്പീലുകൾ ആത്മീയമായ നാശത്തിലേക്ക് നയിക്കും. ജസബേലിൻ്റെ ആത്മാവ്, ആ നാശം വിതയ്ക്കുന്ന വ്യഭിചാരത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മുടെ ഇടയിലും നാശം വിതച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയണം. അതിനാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും തെറ്റായ സ്വാധീനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യേണ്ടത് ഓരോ ക്രിസ്ത്യാനിയുടെയും നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ദൈവം നമുക്ക് നൽകിയ മനസാക്ഷിയും വിവേചന ശക്തിയും ശരിയായ പാത തിരഞ്ഞെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കണം. നാം അത് വൃത്തിയായിട്ട് ഉപയോഗിക്കുകയും വേണം. വെളിപാട് അധ്യായം 2 ഇന്നത്തെ ലോകവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ആധുനിക കാലത്തെ സഭകളും വിശ്വാസികളും പലതരം സാംസ്കാരിക സമ്മർദ്ദങ്ങൾക്കും നവയുഗ ചിന്തകൾക്കും വിധേയരാണ്. സഹിഷ്ണുതയുടെ പേരിൽ ക്രിസ്തീയ മൂല്യങ്ങളെ തകർക്കുന്ന ആശയങ്ങൾ ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. അവിശുദ്ധമായ ബന്ധങ്ങളെയും പാപകരമായ ആചാരങ്ങളെയും അംഗീകരിക്കാനുള്ള പ്രവണത സഭയിൽ പോലും ഇന്ന് ദൃശ്യമാണ്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതിരിക്കുകയും ചെയ്ത സ്മിർനയിലെ സഭയുടെ മാതൃക നമുക്കോരോരുത്തർക്കും പ്രചോദനമേകണം. ഈ വെളിപാടുകൾ പഴയ നിയമ പ്രവചനങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തെ ഉപേക്ഷിച്ച് ബാലിനെയും അസ്തോറത്തിനെയും ആരാധിച്ചപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചു. ജസബേലിൻ്റെ ദുരുപദേശങ്ങൾ പഴയ നിയമത്തിലെ ജസബേൽ രാജ്ഞിയുടെ പാപകരമായ പ്രവർത്തനങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെയാണ് ഈ സഭകളോട് സംസാരിക്കുന്നത്. അവിടുന്ന് സഭയുടെ തലവനാണ്, സഭയുടെ നടുവിൽ ഉലാത്തുന്നവനാണ്. അവിടുത്തെ വചനങ്ങൾ മാറ്റമില്ലാത്തതും നിത്യവുമാണ്. ഈ ഉൾക്കാഴ്ചകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സഹോദരങ്ങളെ, കർത്താവിൻ്റെ 2-ാം വരവിനായി നാം സദാ ഒരുങ്ങിയിരിക്കണം, ജാഗരൂകതയോടെ. ഓരോ സഭയ്ക്കും നൽകുന്ന മുന്നറിയിപ്പുകളും വാഗ്ദാനങ്ങളും വരാനിരിക്കുന്ന ന്യായവിധിയെയും മഹത്വത്തെയും സൂചിപ്പിക്കുന്നതാണ്. നാം നമ്മുടെ ആദ്യ സ്നേഹം വീണ്ടെടുക്കുകയും പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടുകയും മരണം വരെ വിശ്വസ്തരായി നിലനിൽക്കുകയും വേണം. ഉണർവോടെയും പ്രാർത്ഥനയോടെയും ജീവിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ വരവിങ്കൽ ലജ്ജിതരാകാതെ നിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ സന്ദേശങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണതയെ വെളിപ്പെടുത്തുന്നു. അവിടുന്ന് ആൽഫയും ഒമേഗയുമാണ്, ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ്. അവിടുന്ന് മരണം വരിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. അതിനാൽ മരണം വരെയുള്ള വിശ്വസ്തതയ്ക്ക് പ്രതിഫലം നൽകാൻ അവിടുന്ന് ശക്തനാണ്. ജയാളികളാകുന്നവർക്ക് ജീവൻ്റെ കിരീടവും പർദീസയിലെ ജീവവൃക്ഷത്തിൻ്റെ ഫലവും മറഞ്ഞിരിക്കുന്ന മന്നയും
വെളുത്ത കല്ലും അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഈ ഉറപ്പുകൾ നമ്മുടെ ആത്മാവിനെ ഉയർത്തുന്നു. ധൈര്യമായി മുന്നേറുക. കർത്താവുണ്ട് നമ്മുടെ കൂടെ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. വിജയം നമുക്ക് സുനിശ്ചിതമാണ്. വിശുദ്ധി കാത്തു സൂക്ഷിക്കാം. പ്രതിഫലം അത്ര വലുതാണ്. കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമുക്കൊരുങ്ങാം. നമ്മുടെ നാഥൻ വരാറായി. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സ്നേഹ സന്ദേശം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ കർത്തൃനാമത്തിൽ സഹോദര സഹോദരി നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.